بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، إياك نعبد وإياك نستعين. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എവിടെ നിന്നാണ് ഈ മാത്രം എന്നർത്ഥം കിട്ടിയത്? എന്താണ്? ഇയ്യാക്ക എന്ന മഫ്ഊലുൻ ബിഹി അല്ലെങ്കിൽ മഅമൂലിനെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിൽ എന്ത് ചെയ്തു? മാത്രമെന്ന ഹസ്റിൻ്റെ അർത്ഥം കിട്ടി. ഇയ്യാക നസ്തഈൻ, ഒരാൾ ചോദിക്കുകയാണ്. ഫഇൻ ഖാല ഖായിൽ, യഖൂലു ശൈഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ശൈഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഫഇൻ ഖാല ഖായിൽ, ഒരാൾ ചോദിച്ചാൽ, കൈഫ യുഖാൽ ഇഖ്ലാസുൽ ഇസ്തിആനതി ബില്ലാഹ്, എങ്ങനെയാണ് ഇസ്തിആന സഹായതേട്ടം അല്ലാഹുവിനോട് മാത്രമാക്കുന്നത്? എങ്ങനെയാണ്? അതെങ്ങനെയാണ് പറയുക? വഖദ് ജാഅ ഫീ ഖൗലിഹി തആല വതആവനു അലൽ ബിർരി വത്തഖ്വ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തിൽ തന്നെ വന്നിട്ടുണ്ട്, നിങ്ങൾ അന്യോന്യം സഹായിക്കുക, സഹകരിക്കുക. എന്തിൽ? നന്മയിലും സൂക്ഷ്മതയുടെ കാര്യത്തിലും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക എന്ന് പറയുന്നത് ശരിയാവുന്നത്? ഇസ്ബാത്തുൽ മഊനതി മിൻ ഗൈരില്ലാഹി അസ്സ വജൽ, എന്താണ് ഈ ആയത്തിൽ എന്താണുള്ളത്? അള്ളാഹു അല്ലാത്തവരിൽ നിന്നുള്ള സഹായം, സഹകരണം എന്തുണ്ട്? സ്ഥിരപ്പെടുത്തുന്നുണ്ട്. വഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഈനുർ റജുല ഫീ ദാബത്തി, നീ ഒരു മനുഷ്യൻ്റെ മൃഗത്തിൻ്റെ കാര്യത്തിൽ, അതായത് വാഹനമില്ലാത്തവന് ആ നിലക്ക് സഹായിക്കൽ എന്താണ്? അത് സദഖയാണ്. അപ്പം സഹായിക്കുക. ഫതഹ്മിലുഹു അലൈഹ, അവനെ അതിൽ കയറ്റുക. ഔ തർഫഉ അലൈഹു അലൈഹ മതാഅഹു സദഖ, അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ നിൻ്റെ വാഹനത്തിൽ കയറ്റി വെച്ച് അങ്ങനെ സഹായിക്കുന്നതൊക്കെ എന്താണ്? സദഖയാണ്. അപ്പം ഇതൊക്കെ സഹകരണവും സഹായവുമല്ലേ? അപ്പം സഹായം അള്ളാഹുവിന് മാത്രമല്ലേ അല്ല ആണ് എന്ന് പറയുന്നതും ഇതും തമ്മിൽ എങ്ങനെയാണ് ശരിയാവുക എന്നൊരുത്തൻ ചോദിച്ചാൽ, ഫൽ ജവാബ്, ഉത്തരം, അന്നൽ ഇസ്തിആനത നൗആനി, ഇസ്തിആന എന്ന് പറഞ്ഞാൽ, സഹായതേട്ടം എന്ന് പറഞ്ഞാൽ രണ്ട് തരമുണ്ട്. ഇസ്തിആനതു തഫ്വീദിൻ, ഒന്ന് ഏൽപ്പിക്കലാണ്. ഇസ്തിആന എന്ന് പറഞ്ഞാൽ ഒരു ഇസ്തിആന എന്താണ്? അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. എങ്ങനെ? ബിമാന, അതായത് അന്നക തഅ്തമിദു അലല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ മേൽ നീ എന്ത് ചെയ്യുകയാണ്? ഊന്നുകയാണ്. അള്ളാഹുവിൻ്റെ മേൽ നീ സപ്പോർട്ട് തേടുകയാണ്. എങ്ങനെ? വതതബറഉ മിൻ ഹൗലിക വഖുവതിക, നിന്റെ ശക്തിയിൽ നിന്നും കഴിവിൽ നിന്നും നീ മുക്തനാവുകയും ചെയ്യുകയാണ്. അള്ളാഹു, എനിക്കിതിന് കഴിവില്ല, എനിക്കിതിന് കഴിയുകയില്ല, മറിച്ച് അള്ളാഹുവെ നീ എന്ത് ചെയ്യണം? നീ ഇതെനിക്ക് ശരിയാക്കി തരണം. എന്ത് കാര്യത്തിലായാലും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന ആ ചോദ്യം എന്താണ്? നമ്മളുടെ കഴിവിൽപ്പെട്ട കാര്യമല്ല നമ്മൾ ചോദിക്കുന്നത്. രോഗം മാറ്റിത്തരാൻ ഡോക്ടറെ അടുത്ത് പോകാൻ നമുക്ക് പറ്റും. പക്ഷേ ഡോക്ടറെ അടുത്ത് പോയാൽ ആ രോഗം മാറണമെന്നില്ല, മറിച്ച് അള്ളാഹു ഉദ്ദേശിച്ചാലേ ആ രോഗം മാറൂ. ആ ഉദ്ദേശിക്കാൻ, അതായത് ആ രോഗം മാറ്റിത്തരാൻ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നു. അത് ഡോക്ടറെ അടുത്ത് പോയതുപോലെ അല്ല. ഡോക്ടറുടെ അടുത്ത് പോയില്ലെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചാൽ രോഗം മാറും. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുക എന്നത് നമ്മൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം മാറുക എന്നത് നമ്മളുടെ കഴിവിൽപ്പെട്ടതോ നമ്മളുടെ കാര്യത്തിൽപ്പെട്ടതോ അല്ല. നമ്മളുടെ കൈകടത്തലുകൾക്ക് വിധേയമായ സംഭവമല്ല എന്ത്? ഈ പറഞ്ഞ സംഭവം. എന്നാൽ നന്മ ചെയ്യാൻ വേറൊരാളുടെ സഹായം നമ്മൾ എന്ത് ചെയ്യുന്നു? ആവശ്യപ്പെടുന്നു. എടാ, ഇന്ന കാര്യം നമുക്ക് ചെയ്തിട്ട് വരാം. അതിനി അവനില്ലെങ്കിലും നടക്കും. ഇനി അവനല്ല വേറൊരാളോട് നമുക്ക് എന്ത് ചെയ്യാം? അത് നടത്താം. എന്നാൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം അത് വേറൊരാളെ കൊണ്ട്
സാധിക്കുകയില്ല. അത് അള്ളാഹുവിനെ കൊണ്ടേ സാധിക്കൂ. മനസ്സിലായോ? അപ്പം ഇത് നീ എന്ത് ചെയ്യുകയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ജോലി കിട്ടണം. പലതും പഠിച്ചിട്ടുണ്ട്, പല കോഴ്സുകൾക്കും പോയിട്ടുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, പിന്നെ എന്താണ് അതിൻ്റെ പേര്, എക്സ്പീരിയൻസ് ഉണ്ട്. ജോലി കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മളെന്താ പറയുക? അള്ളാഹുവേ എനിക്ക് ജോലി ശരിയാക്കി തരണം. കാരണം ഇതെൻ്റെ കഴിവിൽപ്പെട്ടതല്ല. ഞാൻ എന്തൊക്കെ സബബുകൾ ഇവിടെ ഒരുക്കിയാലും അള്ളാഹുവെ നീ ഉദ്ദേശിക്കാതെ എനിക്ക് ജോലി കിട്ടൂല. അള്ളാഹു എനിക്കത് ശരിയാക്കി തരണം. ഇനി ജോലിക്ക് പോയി ഭക്ഷണം വേണം, അതുപോലെ തന്നെ റിസ്ക് ലഭിക്കണം. അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു പിടി നമ്മളുടെ വായിലേക്ക് പോവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പറയും അല്ലാഹുമ്മ ർസുഖ്നി. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ് എന്ത്? നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ. അത് വേറെ ആരെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. അത് അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിലേക്ക് നമ്മൾ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ എന്താണ്? അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. ഒരാളോട് കടം ചോദിക്കുന്നത് പോലെയല്ല അള്ളാഹുവിനോട് നമ്മൾ റിസ്ക് ചോദിക്കുന്നത്. ആ ആൾക്ക് ചിലപ്പോൾ തരാൻ മനസ്സുണ്ടായിക്കൊള്ളണം എന്നില്ല. നമ്മൾ കടം ചോദിച്ചാൽ നമുക്ക് എന്തായാലും കടം തരും എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടാണ് അയാളോട് ചോദിക്കുന്നത്. പക്ഷേ അയാൾ പറയുകയാണ് എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട് ഇപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നുണ പറഞ്ഞെന്ന് വരാം, കയ്യിലൊന്നുമില്ല. ആളുടെ കയ്യിൽ ഒരുപാടുണ്ടാവും. ഇതൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, അള്ളാഹുവെ ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി ഒരാളോട് കടം ചോദിക്കുന്നുണ്ട്, അള്ളാഹു അവൻ്റെ മനസ്സിൽ എനിക്ക് തരാൻ വേണ്ടി തോന്നിപ്പിക്കണേ. ഇതാര് കഴിയുന്ന കാര്യമാണ്? ഇത് അള്ളാഹുവിന് കഴിയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അള്ളാഹുവെ എനിക്ക് നീ എൻ്റെ അത്യാവശ്യത്തിനുള്ളത് തരണേ നമ്മൾ ചോദിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ദുനിയവിയായി തേട്ടം തേടുന്നതും അള്ളാഹുവിനോട് തേടുന്നതും തമ്മിൽ എന്തുണ്ട്? ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഈ കാര്യം അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം നമ്മളെ കൊണ്ടോ മറ്റ് സൃഷ്ടികളെ കൊണ്ടോ ഒന്നും കഴിയാത്ത കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അത് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കലാണ്. വേറൊരു നിവൃത്തിയും നിർവാഹവും നമുക്കില്ല. അള്ളാഹുവിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഏൽപ്പിക്കുന്നത്. നമ്മളെ കഴിവിൽപ്പെട്ടതല്ല. വഹാദാ ഖാസുൻ ബില്ലാഹ് അസ്സ വജൽ. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രത്യേകപ്പെട്ടതാണ്. വസ്തിആനത്തുൻ ബിമഅനൽ മുശാറക. വേറൊരു ഇസ്തിആനയുണ്ട്. ഒന്നെന്താണ്? ഇസ്തിആനത്തു തഫ്വീദ്. ആ വിഷയം മുഴുവൻ അള്ളാഹുവിലേക്ക് കണ്ട് ഏൽപ്പിക്കുകയാണ്. വസ്തിആനത്തുൽ ബിമഅനൽ മുശാറക ഫീമാ തുരീദു അൻ തഖൂമ ബിഹി. രണ്ടാമതൊരു സഹായതട്ടമുണ്ട്. അതെന്താണ്? ബിമഅനൽ മുശാറക, പങ്കുചേരലാണ്. അതായത് കൂട്ടുപിടിക്കലാണ്. ഫീമാ തുരീദു അൻ തഖൂമ ബിഹി, നീ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ വേറൊരാളെ കൂടെ കൂട്ടുപിടിക്കലാണ്. അതേതാണ്? ഉദാഹരണത്തിന് ആ കസാര കൊണ്ടുവരാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു വെയിറ്റുള്ള സാധനം കൊണ്ടുവരാൻ പോവാണ്. അപ്പം എന്ത് ചെയ്യും? ഒരാളെ കൂട്ടുപിടിക്കും. ഇതെന്താണ്? ഇതൊരിക്കലും നേരത്തെ പറഞ്ഞ ഇസ്തിആനയിൽപ്പെട്ടതല്ല. ഇത് ഞാനും അവനും കൂടെ ചേർന്നാൽ നടക്കാവുന്ന കാര്യമാണ്. നമ്മൾ രണ്ടാളും ചേർന്നാൽ നടക്കാവുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ എന്നല്ല, ലോകത്ത് എല്ലാവരും ചേർന്നാലും അള്ളാഹു ഉദ്ദേശിക്കാതെ ഒന്നും സാധിക്കുകയില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തൗഫീഖ് ചോദിക്കും. എന്നിട്ടൊരു കാര്യത്തിന് വേണ്ടി ഒരാളെ കൂട്ടും പിടിക്കും. മനസ്സിലായോ? തൗഫീഖ് എന്നത് അള്ളാഹുവിനെ തരാൻ കഴിയുകയുള്ളൂ. ഇക്കാര്യം ചെയ്യാൻ ഇപ്പോൾ ദഅവത്ത് നടത്താൻ എന്തു വേണ്ടി വരും? സഹായിക്കാൻ ആളുകൾ വേണ്ടി വരും. ഒരാളെ കൊണ്ട് ഒറ്റക്ക് നടക്കുന്ന സിമ്പിളായിട്ടുള്ള കാര്യമല്ല. നടക്കും, പക്ഷെ എന്താണ്? പെട്ടെന്ന് അങ്ങോട്ട് നടക്കൂല. എന്നാൽ ഒരാൾ സഹായത്തിനുണ്ടെങ്കിലോ, മൂസ അലൈഹിസ്സലാം ചോദിച്ച പോലെ ഹാറൂൻ അഖി, എൻ്റെ ഹാറൂൻ സഹോദരൻ ഹാറൂനെയും കൂടെ ഈ വിഷയത്തിലേക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അശ്രിക്ഹു ഫി അംരി, ഞാൻ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യാം? ഈ വിഷയത്തിൽ പങ്കുകാരനാക്കാം. അദ്ദേഹം എന്താണ്? ഹാറൂനെ കൊണ്ട് സഹായം ഉണ്ടാകും. അപ്പോൾ രണ്ടാൾ ചേർന്നാൽ
ഈ കാര്യം ദുനിയവിയായോ അല്ലെങ്കിൽ ഒരു കാര്യം അതെന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ചെയ്യുന്നതിൽ എളുപ്പമുണ്ടാകും. പക്ഷെ രണ്ടാളുകൾ ചേർന്നാലും അള്ളാഹു ഉദ്ദേശിക്കാത്ത കാര്യം നടക്കുകയില്ല. അപ്പം നടത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക, സപ്പോർട്ടിന് വേണ്ടി അല്ലെങ്കിൽ കൂട്ടിന് വേണ്ടി വേറൊരാളെ കൂടെ കൂട്ടുക, ഇത് വേറെ വിഷയം, അത് വേറെ വിഷയമാണ്. ഇത് പങ്കു ചേർക്കലാണ്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തിൽ ഒരാളെ കൂടെ കൂട്ടുചേർക്കലാണ്. എന്നാൽ മുകളിലുള്ളതോ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നതോ മുഴുവനായ കാര്യത്തെ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ്. നമ്മളുടെ കഴിവിലോ അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ കഴിവിലോ പെട്ടതല്ല ആ കാര്യം. طيب فهذه جائزة إذا كان المستعان به حيا قادرا على الإعانة. ഇത് എന്താണ്, അനുവദനീയമാണ്. ഏത് ഒരു കാര്യത്തിൽ പോയി മെമ്പർ വെക്കണം, അപ്പോൾ ഒന്ന് രണ്ടാളെ വെക്കുന്നു അവിടെ വെക്കുന്നു, അപ്പോൾ അതെന്താണ്, അത് ജായിസാണ്. ഇദാ കാനൽ മുസ്തആനു ബിഹി, നമ്മൾ സഹായം തേടുന്നത് ആരോടായിരിക്കണം, ഖാദിറൻ അലൽ ഹയ്യൻ ഖാദിറൻ അലൽ ഇആന, അയാൾ ജീവിച്ചിരിക്കുന്ന ആളും ഇത് ചെയ്യാൻ കഴിവുള്ള ആളും ആയിരിക്കണം. കുറേ നാളുകൾക്ക് മുമ്പ്, ഏകദേശം ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളുടെ നാട്ടിൽ ഹയ്യും ഹാദിറും ഖാദിറും എന്ന് പറഞ്ഞ ആ ഒരു ചർച്ച വരുന്നത്. അതിനു മുമ്പാണ് ഇതുള്ളത്. തമാം. ഇതെന്താണ്, ഇത് മുസ്ലിമീങ്ങൾക്കിടയിൽ അറിയപ്പെട്ടൊരു കാര്യമാണ്. ഹയ്യ്, ഹാദിർ, ഖാദിർ എന്നത് ജീവിച്ചിരിക്കുന്ന വ്യക്തിയോടാകണം നമ്മളെന്ത് ചെയ്യേണ്ടത്, ഒരു കാര്യം സംസാരിക്കേണ്ടത്, അതുപോലെ തന്നെ ചോദിക്കുന്നത്. ഹാദിറായ ഒരാളോടായിരിക്കണം, അയാളിവിടെ ഉണ്ടാകണം. ഖാദിറായിരിക്കണം, അത് ചെയ്യാൻ പര്യാപ്തനായ ആളായിരിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരാളോടാണ് നമ്മളത്. സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് അതായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, സൃഷ്ടികളോട് ചോദിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവേ എനിക്ക് തൗഫീഖ് നൽകണം എന്ന് പറഞ്ഞതുപോലെ മുഹീദ്ദീൻ ശൈഖേ എനിക്ക് ഈ ദഅവത്ത് കൊണ്ട് നടക്കാൻ തൗഫീഖ് നൽകണേ എന്ന് നമ്മൾ ദുആ ചെയ്യാം. അത് ശിർക്കാണ്. അതെന്താണ്, അള്ളാഹുവിന് കൊടുക്കേണ്ടതാണ് എന്ത് ചെയ്തത്, മുഹീദ്ദീൻ ശൈഖിന് കൊടുത്തത്. എന്നാൽ മുഹീദ്ദീൻ ശൈഖ് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അതായത് നമ്മളിപ്പോൾ ഹിജ്റ 500-600 കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് വിചാരിക്കുക. മുഹീദ്ദീൻ ശൈഖ് ഇവിടെ ഇപ്പുറത്തിരിക്കേണ്ടതെന്ന് വിചാരിക്കും. മുഹീദ്ദീൻ ശൈഖ് നമുക്ക് ഈ മൈക്കൊന്ന് ഇപ്പുറത്ത് വെച്ചാലോ, അത് ശിർക്കാണോ? അത് ശിർക്കല്ല. കാരണം മുഹീദ്ദീൻ ശൈഖ് ഉണ്ട്, അദ്ദേഹത്തിന് അതുപോലെ തന്നെ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞത്. ഇത് ഇപ്പുറത്തേക്ക് വെച്ചാലോ നല്ലതല്ലേ? അപ്പോൾ അതെ, എന്നാൽ നമുക്ക് രണ്ടാ കൂടെ ചെയ്യാം, അത് പ്രശ്നമുള്ള കാര്യമല്ല. എന്നാൽ ഇന്ന് മുഹീദ്ദീൻ ശൈഖ് എന്ന് പറയുന്ന അബ്ദുൽ ഖാദിർ അൽ ജീലാനി അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു, മരണപ്പെട്ടു. അതോടുകൂടി എന്തായി, അദ്ദേഹം ഖാദിറല്ലാതായി, കഴിവില്ലാത്ത ആളായി, ഹയ്യല്ലാതെയായി, ജീവനില്ലാത്ത ആളായി, അതുപോലെ തന്നെ ഹാദിറല്ലാത്ത ആളായി, ആളിവിടെ ഇല്ലാത്ത ആളായി മാറി. എന്നാൽ അതല്ലാത്ത അവസ്ഥയിലോ, ഇപ്പോൾ ഇന്ന ആളോട് ഞാൻ ചോദിക്കണം, ബാസിനോട് ചോദിക്കണം, ഇവനോട് ചോദിക്കണം, എന്നൊന്നും ചെയ്യ്, അതൊന്നും ചെയ്യ്, ഇത് ശിർക്കാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ലിഅന്നഹു ലൈസ ഇബാദ, അതെന്തല്ല, അത് ഇബാദത്തല്ല, അത് ഇബാദത്തല്ല. അത് മറിച്ചെന്താണ്, കൂട്ടുചേർക്കൽ മാത്രമാണ്. ഞാൻ ചെയ്യേണ്ട കാര്യത്തിൽ ഒരാളെ കൂടെ പൊളിക്കൽ മാത്രമാണ്. ഇവനില്ലെങ്കിൽ ഞാനത് ഒറ്റക്ക് ചെയ്യേണ്ടതാണ്. വലിഹാദാ ഖാല അല്ലാഹു തആല, അതിനാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തആവനു വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിലും തഖ്വയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക, സഹായിക്കുക. ഫഇൻ ഖാല ഖായിൽ, ഒരു മനുഷ്യൻ ചോദിച്ചാൽ, വഹലിൽ ഇസ്തിആനതു ബിൽ മഖ്ലൂഖി ജായിസത്തുൻ ഫീ ജമീഇൽ അഹ്വാൽ, മനുഷ്യരോട് അല്ലെങ്കിൽ സൃഷ്ടികളോട് മഖ്ലൂഖിനോട് സഹായം തേടൽ എല്ലാ അവസ്ഥയിലും അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ, ഫൽ ജവാബ്, ഉത്തരം ലാ, അല്ല. എല്ലാ അവസ്ഥയിലും അവരോട്, എല്ലാ കാര്യത്തിനും അവരോട് സഹായം ചോദിക്കൽ അനുവദനീയമല്ല. അൽ ഇസ്തിആനതു ബിൽ മഖ്ലൂഖി ഇന്നമാ തജൂസു ഹൈതു കാനൽ മുസ്തആനു ബിഹി ഖാദിറൻ അലൈഹാ. ഇസ്തിആനത്ത് അത് ജായിസാകുന്നത് എപ്പോഴെന്നാൽ ഇസ്തിആന, സഹായം തേടപ്പെടുന്നവൻ അതിന് കഴിവുള്ള ആളായിരിക്കുമ്പോഴാണ്. അതായത് സൃഷ്ടികൾക്ക് കഴിവുള്ള വിഷയത്തിലായിരിക്കണം. ഉദാഹരണത്തിന് ഒരു നായ, നായയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ സഹായം തേടുന്നുണ്ട്. എന്താണത്, മണം പിടിക്കാനും
അങ്ങനെ കള്ളനെ പിടിക്കാൻ സഹായിക്കാനും ഒരു നായയെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്. അത് ശിർക്കല്ല, കാരണം അത് സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ പ്രാവിനെ എന്ത് ചെയ്തിരുന്നു, സഹായം തേടിയിരുന്നു. പ്രാവിൽ നിന്ന് എങ്ങനെ കത്തുകൾ അയക്കാനും മറ്റുമൊക്കെ അവർ ചെയ്തിരുന്നു. ഇന്ന് വേട്ടയ്ക്ക് അവയെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷികളെയും മൃഗങ്ങളെയും. ഇതൊന്നും ശിർക്കല്ല, ഇതൊക്കെ ജായിസായ കാര്യങ്ങളാണ്. കാരണം ഇത് ആ സൃഷ്ടി കഴിവുള്ള കാര്യത്തിൽ ആണെന്ത് ചെയ്യുന്നത്. എന്നാൽ അതേ നായൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി, ഇനി പ്രതിമ ഉണ്ടാക്കിയില്ല, ആ നായയോട് പറയാണ്, നാളെ ഞാനൊരു വേട്ടയ്ക്ക് പോവുകയാണ്, എൻ്റെ വേട്ട വിജയകരമായി തീർക്കാൻ വേണ്ടി നിങ്ങൾ കടാക്ഷിക്കണം, അതായത് നിങ്ങൾ സെറ്റാക്കി തരണം നാളത്തെ വേട്ട. ഇതേ നായനെ വേട്ടയ്ക്ക് ഉപയോഗിച്ചാൽ അത് ശിർക്കല്ല. എന്നാൽ ഇതേ നായയോട് ഈ വർത്താനം പറഞ്ഞാൽ അത് ശിർക്കാവും. കാരണം ഈ നായൻ്റെ കഴിവിൽപ്പെട്ടതല്ലെന്ത്, നാളത്തേതാകട്ടെ ഇന്നത്തേതാകട്ടെ വേട്ട ക്ലിയറാക്കി തരാൻ, വേട്ടയിലൊരു അപകടമില്ലാതാക്കി തരാൻ നായക്ക് കഴിവില്ല. മനസ്സിലായില്ലേ? അതേ വേട്ട നായയെ പണിയെടുപ്പിച്ചാൽ തെറ്റല്ല, പണിയെടുപ്പിക്കാതെ ഇങ്ങനെ പറഞ്ഞാൽ ശിർക്കാണ്. തമാം. طيب واما اذا لم يكن قادرا فانه لا يجوز ان تستعين به. എന്നാൽ ആ വ്യക്തി ചോദിക്കപ്പെടുന്നത് കഴിവില്ലാത്തതാണെങ്കിലോ നിനക്കത് ജായിസല്ല. كما لو استعان بصاحب قبر فهذا حرام. നീ ഖബറിലുള്ള ഒരു വ്യക്തിയോട് സഹായം തേടുന്നത് പോലെ അത് ഹറാമാണ്. ബൽ ഷിർക്കുൻ അക്ബർ, അത് വലിയ ഷിർക്കാണ്, നിന്നെ ദീനിൽ നിന്നും പുറത്താക്കി കളയും. لأن صاحب القبر لا يغني عن نفسه شيئا فكيف يعينه. എന്തുകൊണ്ടെന്നാൽ ഖബറിലുള്ള ആൾ സ്വന്തത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തന്നെ നിസ്സഹായനാണ്. അപ്പോൾ പിന്നെ നിന്നെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ചോദിക്കുന്നവൻ എങ്ങനെയാണ് സഹായിക്കുക? സ്വന്തം കാര്യം, ഒരു പ്രതിമ അതിൻ്റെ കൈയൊടിഞ്ഞു പോയി, വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ ഖബർ പൊളിഞ്ഞു പോയി, വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ എങ്ങനെയാണ് നിന്നെ സഹായിക്കുക? وكما لو استعان بغائب في أمر لا يقدر عليه مثل أن يعتقد أن الولي الذي في شرق الدنيا يعينه على مهمته في بلده فهذا أيضا شرك أكبر. അതുപോലെ തന്നെ സ്ഥലത്തില്ലാത്ത ആൾ, അയാൾ ജീവനുണ്ട് അയാൾക്ക്, പക്ഷെ ആൾ സ്ഥലത്തില്ല, ആൾ ഏതോ നാട്ടിലാണുള്ളത്. ഷർഖ് ദുനിയാവിൻ്റെ കിഴക്കേറ്റത്താണ് ആരുള്ളത്? വലിയുള്ളത്. ഒരു വലിയുണ്ട് എന്ന് മൂപ്പര് എന്ത് ചെയ്യാണ്, സങ്കല്പിക്കുകയാണ്. അയാൾ എവിടെയുള്ളത്? ആൾ ദുനിയാവിൻ്റെ കിഴക്കെവിടെയോ ഉള്ളതാണ്. അവൻ വിചാരിക്കുകയാണ്, അവൻ വിചാരിക്കുന്നു ആ വലിയ യുഈനുഹു അലാ മുഹിമ്മതിഹി ഫി ബലദിഹി, അവൻ്റെ നാട്ടിൽ അവൻ്റെ കാര്യം ശരിയാക്കാൻ വേണ്ടി ആ വലിയ സഹായിക്കും എന്ന് അവൻ വിചാരിക്കുകയാണ്. ഫോണിൽ വിളിച്ചിട്ട് ഒന്ന് സെറ്റാക്കി തരണം, അപ്പോൾ അയാൾ ഇങ്ങോട്ട് ഫോണിൽ വിളിച്ചിട്ട് അവരുടെ കാര്യമൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. ഈ പറഞ്ഞതല്ല, ഇങ്ങനെ പറയുന്നതല്ല. നേരെ മറിച്ച് ഞാൻ അള്ളാഹിനെ വിളിക്കുന്നു, അള്ളാഹു എൻ്റെ കാര്യങ്ങൾ ശരിയാക്കി തരണേ. അള്ളാഹു ഇവിടെ എൻ്റെ അടുത്ത് ഉള്ളവനല്ല, മറിച്ച് അള്ളാഹു എൻ്റെ കാര്യങ്ങൾ ശരിയാക്കി തരുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ മൊയ്തീ ഷെഖ് ഇനി ജീവിച്ചിരിക്കില്ല, ഇനിയിപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയായിട്ട് ആരെങ്കിലും കാണുന്നത് ആരാണ്? ഏതെങ്കിലും ആളായിക്കോട്ടെ, ഇനി അവർ പേര് പറയണ്ട. അങ്ങനെ ചില ആളുകൾ എന്ത് ചെയ്യുന്നു, വിചാരിച്ചിട്ട് ഇന്നയാളെ എൻ്റെ കാര്യം ശരിയാക്കി തരണേ. അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചതുപോലെ അവൻ എന്ത് ചെയ്യാണ്? അയാളോട് ചോദിക്കുകയാണ്. ഇവൻ കരുതുന്നത് എന്താണ്? അള്ളാഹു നമ്മളുടെ കാര്യം ശരിയാക്കി തന്നതുപോലെ ഇയാൾ നമ്മളുടെ കാര്യം ശരിയാക്കി തരും. അതെന്താണ്? ഷിർക്കുൻ അക്ബർ. അതും ഷിർക്കുൻ അക്ബറാണ്. അത് ദീനിൽ നിന്നും നമ്മളെ പുറത്താക്കി കളയുന്നതാണ്. ലിഅന്നഹു ലാ യഖ്ദിറു അൻ യുഈനഹു വഹുവ ഹുനാക്. അവൻ അവിടെ ആയിരിക്കെ ഇവനെ സഹായിക്കാൻ അവനെ കൊണ്ട് സാധിക്കുകയില്ല. ഫഇൻ ഖാല ഖായിൽ, ഇനി വേറൊരാൾ ചോദിച്ചാൽ ഹൽ യജൂസു അൻ യസ്തഈന അൽ മഖ്ലൂഖ് ഫിമാ തജൂസു ഇസ്തിആനതുഹു ബിഹി. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, കഴിയുന്ന ഒരു കാര്യം അത് ഒരു സൃഷ്ടിയോട് ചോദിക്കൽ, അത് ജായിസാണോ? സൃഷ്ടിക്ക് കഴിയണ കാര്യമാണ്, അത് ജായിസാണോ? അൽ ജവാബ്, ഉത്തരം, അൽ ഔലാ അല്ലാ യസ്തഈന ബിഅഹദിൻ ഇല്ലാ ഇൻദൽ ഹാജ. വളരെ അത്യാവശ്യമുള്ള കാര്യത്തിന് മാത്രം
സഹായം തേടുക. ബാക്കിയുള്ളവരോട് സഹായം ചോദിക്കുമ്പോൾ അത് വളരെ ആവശ്യമുള്ള കാര്യത്തിന് മാത്രം അത് ചെയ്യുക. ഔ ഇദാ ഉലിമ അന്ന സാഹിബഹു യുസ്സിറ ബിദാലിക ഫയസ്തഈന ബിഹി മിൻ അജ്ലി ഇദ്ഖാൽ യസുറു ബിദാലിക ഫയസ്തഈനു ബിഹി മിൻ അജ്ലി ഇദ്ഖാലി സുറൂരി അലൈഹി. അതല്ലെങ്കിൽ അവനക്ക് മനസ്സിലായി, നമുക്ക് മനസ്സിലായി, ഇന്ന ആളോട് ഞാൻ സഹായം ചോദിക്കുന്നത് അയാൾക്ക് ഇഷ്ടമാണ്, അയാൾക്ക് സന്തോഷമാണ്. ഇപ്പോൾ സ്നേഹിക്കുന്ന ഒരാളുണ്ടാവും, അവനെന്താ എന്നോടൊരു കാര്യം പോലും പറയില്ലല്ലോ, അവന് അങ്ങനെ നടത്തി ഇങ്ങനെ നടത്തി, എന്നൊന്നും അറിയിച്ചില്ല. അവനൊന്ന് അറിയിച്ചാൽ എടാ നീ ഒരു ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവനക്ക് സന്തോഷമാകും. മനസ്സിലാവുണ്ടോ? അങ്ങനെയുള്ള വ്യക്തികളുണ്ടാവും. അവരോട് പറയാം. എന്തിന്? മുഅ്മിനീങ്ങളുടെ മനസ്സിൽ സന്തോഷം കിടത്തുന്നത് എന്താണ്? അത് പുണ്യമാണ്. وينبغي لمن طلبت منه الإعانة على غير الإثم والعدوان أن يستجيب لذلك. അതുപോലെ തന്നെ അനിവാര്യമായ കാര്യമാണ് അവൻ തെറ്റിനോ ശത്രുതക്കോ വേണ്ടിയാകരുത്. وينبغي لمن طلبت منه الإعانة على غير الإثم والعدوان أن يستجيب لذلك. ആരെങ്കിലും സഹായം തേടപ്പെട്ടാൽ, ഇപ്പോൾ എന്നോട് സഹായം തേടി ഒരാൾ, ഞാൻ നോക്കണം, അല്ലെങ്കിൽ സഹായം തേടപ്പെട്ട ആൾ നോക്കണം, ഇത് തിന്മക്കും ശത്രുതക്കും വേണ്ടിയിട്ടാണോ സഹായം തേടുന്നത്, അതിനെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സഹായിക്കാൻ പാടുള്ളൂ. അതല്ലാതെ തിന്മക്ക് വേണ്ടി ഒരാളെ സഹായിക്കരുത്. ചില ആളുകളുണ്ടാവും, കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട് പണം ചോദിക്കുന്ന ആളുകളുണ്ടാവും. പാവം, പൈസ ചോദിച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ കൊടുക്കരുത്, അങ്ങനെ സഹായിക്കരുത്. തിന്മക്ക് വേണ്ടി സഹായിക്കരുത്. നന്മയിലും പുണ്യത്തിലുമാണ് എന്ത് ചെയ്യേണ്ടത്? സഹായിക്കേണ്ടത്. ഇലാഹുന വല്ലാഹു തആല അലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.